ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസം മുമ്പ് 5-6 മാസം മുമ്പ് ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിത്തിങ് എന്നൊരു ചാനലുണ്ട്, ഹിന്ദി ചാനലാണ്. അപ്പോൾ പുള്ളിക്കാരൻ അതിൽ എഡിറ്റിംഗ് റിലേറ്റഡ് വീഡിയോസും പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. സോ അതിൽ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ചെയ്യാന്നുള്ളത് ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ്റെ സോഫ്റ്റ്വെയറിൽ ബ്ലർ ടൂൾ അല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം സൈഡിൽ ഒരു മാസ്കിങ് ചെയ്തിട്ട് അവിടെ ഷാർപ്പണിങ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അപ്പം അന്ന് കട്ട് ചെയ്ത സംഭവമാണ് ലൈറ്റ് റൂമിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ. ലൈറ്റ് റൂം ഓൾറെഡി ഇങ്ങനെ ഒരു ബ്ലർ ടൂൾ ഇല്ല. സോ ഈ ഒരു ടൂളുണ്ട്, മാസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളുണ്ട്, സെലക്റ്റീവ് കണ്ടില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു ഷാർപ്പ്നെസ് ഒഴിവാക്കുന്ന ഒരു സംഭവമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അത് വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അതിനെക്കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന്. നോക്കുമ്പോൾ വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷേ അത് ലൈറ്റ് റൂമിനകത്ത് ചെയ്യുന്നില്ല, വേറെ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. സോ ഞാൻ പിന്നെ വിചാരിച്ച് വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ അതെന്തോ ഒരു കാരണത്താൽ അന്ന് വീഡിയോ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് റൂമിൻ്റെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് മാസ്കിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ എന്തായാലും ലൈറ്റ് റൂമിൽ എങ്ങനെയാണ് ബ്ലർ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ. ലെറ്റ്സ് ഗോ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ബ്ലർ ചെയ്യാൻ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ട്രിക്ക് ഓൺലി വർക്കിംഗ് ഓൺ ആൻഡ്രോയിഡ് ആണ്. ബിക്കോസ് ഐഫോണിൽ ഇത് വർക്ക് ആവില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെലക്റ്റീവ് എന്നുള്ള ടൂൾ അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാസ്കിംഗ് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നത്. അപ്പോൾ ഈ രണ്ട് ടൂളാണെങ്കിലും ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡ് ഡൗൺലോഡ് ചെയ്ത് കിട്ടാവുന്നതാണ്. പക്ഷേ ഞാനത് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റ് കാരണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യാൻ സെർച്ച് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ആ മോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫോട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ലൈറ്റ് റൂമിനകത്ത്. എന്നിട്ട് നിങ്ങൾ ഈ പുതിയ വേർഷൻ ആണെങ്കിൽ മാസ്കിംഗ് എന്നുണ്ടാവും. അപ്പോൾ മാസ്കിങ്ങിനകത്ത് നിങ്ങൾക്ക് സെലക്ട് സബ്ജക്റ്റ് എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരാളെ ഫോട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ, മനുഷ്യന്മാരുടെ ഫോട്ടോ ആണെങ്കിൽ സെലക്ട് സബ്ജക്റ്റ് വയ്ക്കാൻ മതി. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് തിരിഞ്ഞ് കഴിഞ്ഞാൽ അത് 100% ആയി കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒരാൾ അല്ലെങ്കിൽ കുറച്ചാളെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ മാത്രം ഒരു റെഡ് കളറിൽ കാണിക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ ഇൻവേർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, സൈഡ് കാണിച്ചിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആവും. എന്നിട്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഷാർപ്പണിങ് കുറച്ച് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോയ്സും കുറച്ച് കൊടുക്കാം. ബിക്കോസ് അവിടെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നിങ്ങൾക്ക് കുറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗം മാത്രം, ഇപ്പോൾ ഒരു മനുഷ്യനോ അല്ലാതെ വേറെ ഇപ്പോൾ ഒരു ഭാഗം പർട്ടിക്കുലർ ഭാഗം മാത്രം ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രഷ് ടൂൾ ഉണ്ടാവും. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എവിടെ വേണ്ട വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ആ ഭാഗം മാത്രം ഡീറ്റെയിൽസ് കുറച്ച് ഷാർപ്പനിങ് കുറച്ച് കഴിഞ്ഞാൽ ബ്ലർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റേഡിയൽ ടൂളൊക്കെ ഉണ്ട്, റൗണ്ട് രീതിയിൽ സൈഡ് മാത്രം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലീനിയർ എന്നുള്ള നേർക്ക് ആ ഒരു ഭാഗം മാത്രം വരുന്ന രീതിയിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനകത്ത് ബ്ലർ ചെയ്യേണ്ട ഒരുപാട് ഓപ്ഷൻ അതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ബ്ലർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പഴയ വേർഷനാണ് ലൈറ്റ് റൂമിൻ്റെ ഉള്ളതെങ്കിൽ അതാണ് മോട്ടർ വേർഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ മോഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് എന്നുള്ള ടൂൾ ഞെക്കുക. അതിനകത്ത് ബ്രഷിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എനിക്കറിയില്ല അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സൈഡൊക്കെ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൽ ഷാർപ്പണിങ് കുറച്ച് കൊടുത്താൽ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ബ്ലർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ബ്ലർ, ഇതുപോലത്തെ ബ്ലറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു നോർമൽ ബ്ലർ. ചില ഫോട്ടോസിൽ കുറച്ച് ബ്ലർ കുറവാണ്, അതായത് ചെറിയ രീതിയിലേ ബ്ലർ വരുന്നുള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ഈ ബ്ലർ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ കുറേ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്.